സ്റ്റുഡൻസ്, നമുക്ക് ഓർഗാനിക് കെമിസ്ട്രിയുടെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. നമ്മൾ ഓർഗാനിക് കെമിസ്ട്രിയിലെ ആദ്യത്തെ ചാപ്റ്ററായ ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ എറീൻസ് ആണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ഹാലോ ആൽക്കെയിൻസിൻ്റെ പ്രിപ്പറേഷൻ മെത്തേഡാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ആൽക്കഹോൾസിൽ നിന്നുള്ള പ്രിപ്പറേഷനാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്. നമ്മളിപ്പോൾ ഫോക്കസ് പോയിൻറ്റ്സ് വച്ചിട്ടാണ് ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളുടെ ടോപ്പിക്ക് പ്രിപ്പറേഷൻ ഓഫ് ഹാലോ ആൽക്കെയിൻസ് ഫ്രം ഹൈഡ്രോ കാർബൺസ്. ഹൈഡ്രോ കാർബൺസിൽ നിന്ന് ഹാലോ ആൽക്കെയിൻസിനെ പ്രിപ്പയർ ചെയ്യുന്ന മെത്തേഡ്സാണ് നമ്മൾ പഠിക്കാൻ പോവുക. അപ്പോൾ ഹൈഡ്രോ കാർബൺസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലേ? കാർബണും ഹൈഡ്രജനും മാത്രം അടങ്ങിയിട്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ടുകളാണ് ഹൈഡ്രോ കാർബൺസ്. അപ്പോൾ ആൽക്കെയിൻസ് ഉണ്ട്, ആൽക്കീൻസ് ഉണ്ട്, ആൽക്കൈൻസ് ഉണ്ട്. അപ്പോൾ അതിൽ ആദ്യം നമ്മൾ പഠിക്കുക ആൽക്കെയിൻസിൽ നിന്നുള്ള പ്രിപ്പറേഷൻ മെത്തേഡാണ്. ഫ്രം ആൽക്കെയിൻസ്. ബൈ ഹാലോജനേഷൻ. നമ്മൾ പഠിച്ചിട്ടുള്ള റിയാക്ഷനാണിത്. ആൽക്കെയിനുകൾ സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് ആണ്. എന്ന് പറഞ്ഞാൽ എല്ലാ കാർബൺ കാർബൺ ബോണ്ടുകളും സിംഗിൾ ബോണ്ടുകളാണ്. അപ്പോൾ ആൽക്കെയിൻസ് ഏറ്റവും കൂടുതലായിട്ട് തരുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് ആണ്. എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട്. ആൽക്കെയിൻസിലെ ഹൈഡ്രജനുകൾ മാറി പകരം പുതിയ ആറ്റങ്ങളോ ആറ്റം ഗ്രൂപ്പുകളോ വരുന്നു. അപ്പോൾ ഒരു മോളിക്യൂളിൽ നിന്ന് ഒരു ആറ്റമോ ഒരു ഗ്രൂപ്പ് ഓഫ് ആറ്റംസോ മാറി മറ്റ് ആറ്റങ്ങളോ ആറ്റം ഗ്രൂപ്പുകളോ വരുന്ന റിയാക്ഷൻസ് ആണ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ഇവിടെ എനിക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത് ഹാലോ ആൽക്കെയിനെയാണ്. അപ്പോൾ ഒരു ഹാലോജനെ ആൽക്കെയിനിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ ആൽക്കെയിനുകളിലെ ഹൈഡ്രജൻ മാറ്റി പകരം ഹാലോജനെ കൊണ്ടുവരുന്നു. ഉദാഹരണത്തിന് മീഥെയ്ൻ CH4 reacts with chlorine gas in presence of sunlight. നമ്മൾ ലൈറ്റിൻ്റെ എനർജിയാണ് റെപ്രസെൻ്റ് ചെയ്യുക hν. ഹാലോജനെയാണ് നമുക്ക് കൊണ്ടുവരേണ്ടത്. അപ്പോൾ ആൽക്കെയിനും ഹാലോജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. ഹാലോജൻ എന്ന് പറഞ്ഞാൽ ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിനൈൻ. അപ്പോൾ ഇവിടെ ക്ലോറിനുമായിട്ട് റിയാക്ട് ചെയ്യുന്നു ഇൻ പ്രസൻസ് ഓഫ് സൺലൈറ്റ്. റിയാക്ഷൻ നടക്കുമ്പോൾ ഈ ആൽക്കെയിനിലെ ഹൈഡ്രജൻ ആറ്റങ്ങൾ ഓരോന്നായി റീപ്ലേസ് ചെയ്തിട്ട് ആ സ്ഥാനത്തേക്ക് ക്ലോറിൻ വരുന്നു. സക്സസീവ് റീപ്ലേസ്മെൻറ്റ് ഓഫ് ഹൈഡ്രജൻ. ഓരോ ഹൈഡ്രജനുകളായിട്ട് മാറി പകരം ഹാലോജൻ വരുന്നു. സൺലൈറ്റിൻ്റെ പ്രസൻസിൽ നടക്കുന്ന റിയാക്ഷൻ ആയതുകൊണ്ട് ഇതിനെ നമ്മൾ ഫോട്ടോ കെമിക്കൽ ക്ലോറിനേഷൻ എന്ന് വിളിക്കും. അപ്പോൾ നോക്കുക, ആദ്യത്തെ സ്റ്റെപ്പിൽ ആദ്യത്തെ ഹൈഡ്രജൻ മാറുന്നു. അപ്പോൾ നമുക്ക് CH3Cl ക്ലോറോ മീഥെയ്ൻ. അടുത്ത സ്റ്റെപ്പിൽ രണ്ടാമത്തെ ഹൈഡ്രജൻ മാറുന്നു. we will get CH2Cl2 ഡൈക്ലോറോമീഥെയ്ൻ. അടുത്ത സ്റ്റെപ്പിൽ മൂന്നാമത്തെ ഹൈഡ്രജൻ മാറുന്നു. we will get CHCl3 ട്രൈക്ലോറോമീഥെയ്ൻ. then നാലാമത്തെ ഹൈഡ്രജൻ മാറി we will get CCl4 tetrachloromethane or carbon tetrachloride. അപ്പോൾ ഇത് ഈ റിയാക്ഷൻ നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചതാണ്.
ഫ്രീ റാഡിക്കൽ ഫോർമേഷൻ വഴിയാണ് ഈ റിയാക്ഷൻ നടക്കുക. നമ്മൾ മെക്കാനിസം ഒക്കെ പഠിച്ചതാണ്. നമുക്ക് ഇവിടെ വീണ്ടും മെക്കാനിസം ഒന്നും ആവശ്യമില്ല, ജസ്റ്റ് ഈ റിയാക്ഷൻ മാത്രം മതി. അപ്പോൾ ആൽക്കൈനുകളെ ഹാലോജനുമായിട്ട് ഡയറക്റ്റ് റിയാക്ട് ചെയ്യുന്നു ഇൻ പ്രസൻസ് ഓഫ് സൺലൈറ്റ്. അപ്പോൾ ഓരോ ഹൈഡ്രജനുകളെയായി റീപ്ലേസ് ചെയ്ത് ഹാലോജൻ വരുന്നു. ഫോട്ടോ കെമിക്കൽ ക്ലോറിനേഷൻ ഓഫ് മീഥെയ്ൻ എന്ന് വിളിക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ഹാലോ ആൽക്കൈൻ അല്ല കിട്ടുക, ഒരു മിക്സ്ചർ ഓഫ് പ്രോഡക്ട്സ് ആണ് നമുക്ക് കിട്ടുക. അപ്പോൾ നമുക്ക് സാധാരണഗതിയിൽ നമ്മൾ ഈ റിയാക്ഷനെ പ്രിപ്പറേഷൻ മെത്തേഡായിട്ട് ഉപയോഗിക്കാറില്ല. കാരണം ഒന്നിലധികം കോമ്പൗണ്ട്സ് നമുക്ക് കിട്ടുന്നു, അവരെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഇങ്ങനൊരു റിയാക്ഷൻ ഉണ്ട് എന്നേ ഉള്ളൂ, നമ്മളിതിനെ ഒരു പ്രിപ്പറേഷൻ മെത്തേഡായി ഉപയോഗിക്കാറില്ല. സോ ആൽക്കൈൻസിൽ നിന്നുള്ള പ്രിപ്പറേഷൻ മെത്തേഡിന് എക്സാമ്പിളാണ് ഫോട്ടോ കെമിക്കൽ ക്ലോറിനേഷൻ ഓഫ് മീഥെയ്ൻ. നിങ്ങൾ പഠിപ്പിക്കുമ്പോൾ നോട്ട്ബുക്കിലേക്ക് വെറുതെ ഒന്ന് എഴുതിയാൽ നിങ്ങൾക്കൊരു എളുപ്പം ഉണ്ടാവും പഠിക്കാനായിട്ട്. നമ്മൾ ഓർഗാനിക് കെമിസ്ട്രിക്ക് ഒരു പ്രശ്നമുണ്ട്, നമ്മൾ വെറുതെ മറ്റ് ക്ലാസ്സുകൾ നിങ്ങൾ വീഡിയോ ക്ലാസ്സുകൾ കാണുമ്പോൾ വെറുതെ കണ്ടുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പക്ഷെ ഓർഗാനിക് നമ്മളങ്ങനെ വെറുതെ കണ്ടുകൊണ്ടിരുന്നാൽ നമുക്ക് അത് കുറച്ച് ബോറിംഗ് ആയിട്ട് തോന്നും. അപ്പോൾ ഞാൻ പറഞ്ഞു ഫോക്കസ് പോയിൻറ്റ്സിൻ്റെ നോട്ട്സ് മതി നിങ്ങൾക്കെന്ന് പറഞ്ഞു. പക്ഷെ നിങ്ങൾ ഒരു നോട്ട്ബുക്കുമായിട്ട്, നിങ്ങളുടെ കെമിസ്ട്രി നോട്ട്ബുക്കുമായിട്ട് ഇരിക്കുക. അപ്പോൾ ഞാൻ പറയുമ്പോൾ ജസ്റ്റ് ഒന്ന് വേണ്ട കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്താൽ ഇക്വേഷൻസ് ഒക്കെ സ്വയം ഒന്ന് എഴുതി നോക്കിയാൽ നിങ്ങൾക്ക് പഠിക്കാൻ സമയത്ത് നല്ല എളുപ്പം ഉണ്ടാവും. ഓക്കെ, ദിസ് ഇസ് ഫ്രം ആൽക്കെയ്ൻസ്. ഇനി അതുപോലെ തന്നെ ആൽക്കീൻസിൽ നിന്ന് ഹാലോ ആൽക്കെയ്ൻസിനെ പ്രിപ്പയർ ചെയ്യാം. ഫ്രം ആൽക്കീൻസ്. ആൽക്കീൻസ് എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്കറിയാം, ഒരു കാർബൺ കാർബൺ ഡബിൾ ബോണ്ടുള്ള ഹൈഡ്രോ കാർബൺസ് ആണ്. അപ്പോൾ ആൽക്കീൻസിൽ നിന്ന് പ്രിപ്പയർ ചെയ്യാൻ രണ്ട് മെത്തേഡുകളുണ്ട്. ഒന്ന് ബൈ ദി അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ഹാലൈഡ് HX. addition of hydrogen halide HX, HCl, HBr, HI, etc. ഉദാഹരണം CH2 ഡബിൾ ബോണ്ട് CH2. ഇതൊരു ആൽക്കീനാണ്. എന്താ ഇതിൻ്റെ പേര്? ഈത്തീൻ അല്ലെങ്കിൽ എത്തിലീൻ എന്ന് വിളിക്കും. ഈത്തീൻ reacts with HBr, ഹൈഡ്രജൻ ബ്രോമൈഡ്. ഈ റിയാക്ഷൻ നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചതാണ്. ഈ HBr ഒരു അൺസിമെട്രിക്കൽ റിയേജൻ്റ് ആണ്. നമ്മൾ മെക്കാനിസം ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഓർഗാനിക് റിയാക്ഷൻ നടക്കുമ്പോൾ റിയാക്ഷനിൽ പങ്കെടുക്കുന്ന ഓർഗാനിക് മോളിക്യൂളുകളെ നമ്മൾ സബ്സ്ട്രേറ്റ് എന്ന് വിളിക്കും. ആ സബ്സ്ട്രേറ്റിലെ പുതിയ പ്രോഡക്റ്റ് ആയിട്ട് മാറ്റാൻ വേണ്ടി വരുന്ന ആൾക്കാരെ നമ്മൾ അറ്റാക്കിംഗ് റീഏജൻസ് എന്ന് വിളിക്കും. അപ്പോൾ ഈ ഇക്വേഷനിൽ സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നത് ഈത്തീനാണ്, അറ്റാക്കിംഗ് റിയേജന്റ് HBr ആണ്. HBr നോക്കിക്കേ, രണ്ട് വ്യത്യസ്ത ആറ്റങ്ങൾ ചേർന്നാണ് ബോണ്ട് ഫോം ചെയ്തിരിക്കുക. അപ്പം ഇതിൽ ബ്രോമിന് ഹൈഡ്രജനേക്കാൾ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടുതലാണ്. അപ്പോൾ ഈ HBr ബോണ്ടിലെ ഇലക്ട്രോൺ പെയർ എല്ലായ്പ്പോഴും ബ്രോമിൻ്റെ അടുത്തേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടായിരിക്കും നിൽക്കുക. അപ്പോൾ ഈ ബോണ്ട് മുറിയുന്നത് എല്ലായ്പ്പോഴും അൺസിമെട്രിക്കലായിട്ടാണ്. ഇലക്ട്രോൺ പെയറിനെ എടുത്തുകൊണ്ട് ബ്രോമിനാണ് പോവുക, Br മൈനസ് ആയിട്ട്, ഹൈഡ്രജൻ H+ ആയിട്ടും പോകുന്നു. അപ്പോൾ അൺസിമെട്രിക്കൽ ബോണ്ട് ബ്രേക്കിംഗ് ആണ്. അഥവാ നമ്മൾ ബോണ്ട് ബ്രേക്കിംഗ് രണ്ട് തരത്തിൽ പറയുന്നുണ്ട്, ഹോമോളിറ്റിക് ബ്രേക്കിങ്ങും ഹെറ്റിറോളിറ്റിക് ബ്രേക്കിങ്ങും.
ഇത് ഹെറ്ററോളിറ്റിക് ബ്രേക്കിംഗ് ആണ്. കാരണം ഇലക്ട്രോൺ പെയറിനെ ഒരാൾ കൊണ്ടുപോകുന്നു, കയ്യൂക്കുള്ള ആൾ ഇലക്ട്രോൺ പെയറിനെ എടുത്തുകൊണ്ട് പോയി. ഇപ്പോൾ Br മൈനസ് ആയിട്ടും H+ ആയിട്ടുമാണ് ഈ HBr മോളിക്യൂള് മുറിയപ്പെടുക. സോ HBr is called an unsymmetrical reagent. അപ്പോൾ ഇത് മുറിഞ്ഞ് H+ഉം Br- ആയിട്ടാണ് നമ്മുടെ സബ്സ്ട്രേറ്റിലേക്ക് വരിക. അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട് ആണ്, മൾട്ടിപ്പിൾ ബോണ്ട് ഉണ്ട്. ഇപ്പോൾ മൾട്ടിപ്പിൾ ബോണ്ടുള്ള കോമ്പൗണ്ട്സ് അഡീഷൻ റിയാക്ഷൻ ആണ് കൂടുതലായിട്ട് തരിക എന്ന് പറഞ്ഞാൽ പൈ ബോണ്ട് മുറിഞ്ഞ് സിംഗിൾ ബോണ്ടുകളാകുന്ന റിയാക്ഷൻ. അപ്പോൾ ഇവിടെ ഈ ആൽക്കീനിലേക്ക് HBrന്റെ അഡീഷൻ ആണ് നടക്കുക. HBr വരുന്നത് H+ഉം Br- ആയിട്ടാണ്. ഇനി നമ്മുടെ സബ്സ്ട്രേറ്റ് നോക്കിയാൽ ഇതിനകത്തേക്ക് H+ഉം Br- ഒക്കെ വരണമെങ്കിൽ ഈ സബ്സ്ട്രേറ്റിനകത്ത് ഒരു നെഗറ്റീവ് സെൻറ്ററും വേണം, ഒരു പോസിറ്റീവ് സെൻറ്ററും വേണം. എന്നാലേ H+നും Br- വരാൻ പറ്റൂ. അപ്പോൾ നെഗറ്റീവ് സെൻറ്ററും പോസിറ്റീവ് സെൻറ്ററും ഒക്കെ വരണമെങ്കിൽ ഈ ഡബിൾ ബോണ്ടിലെ പൈ ഇലക്ട്രോൺ പെയർ ഏതെങ്കിലും ഒരു കാർബണിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഒരു കാർബൺ പോസിറ്റീവും മറ്റേത് നെഗറ്റീവുമാകൂ. ഇവിടെ ഡബിൾ ബോണ്ടിൻ്റെ രണ്ട് സൈഡും ഒരേപോലെയാണ്. അപ്പോൾ ഇതൊരു സിമെട്രിക് ആൽക്കീനാണ്. ഇപ്പോൾ സിമെട്രിക് ആൽക്കീൻ ആയതുകൊണ്ട് പൈ ബോണ്ടിന് ഏത് കാർബണിലേക്ക് വേണമെങ്കിലും ഷിഫ്റ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ എന്താ ഇവിടെ ഈ ലെഫ്റ്റ് കാർബണിലേക്ക് പൈ ഇലക്ട്രോൺ പെയർ ഷിഫ്റ്റ് ചെയ്യുന്നതായിട്ട് കണ്ടു. അപ്പോൾ ലെഫ്റ്റ് കാർബൺ നെഗറ്റീവും റൈറ്റ് കാർബൺ പോസിറ്റീവുമാകും. അപ്പോൾ HBr മുറിഞ്ഞിട്ട് ഇതിലെ H+ വരുന്നത് ഈ നെഗറ്റീവ് കാർബണിലേക്കാണ്. Br- ഈ പോസിറ്റീവ് കാർബണിലേക്കും വരുന്നു. അഡീഷനാണ്. അപ്പോൾ എന്താ പ്രോഡക്റ്റ് കിട്ടുക? ലെഫ്റ്റ് കാർബൺ എന്താകും? ഒരു ഹൈഡ്രജൻ വന്നിട്ട് CH3 സിംഗിൾ ബോണ്ട് CH2 Br. എന്താ പ്രോഡക്റ്റ് കിട്ടിയത്? ബ്രോമോ ഈഥെയിൻ. അപ്പോൾ ഡബിൾ ബോണ്ടിൻ്റെ രണ്ട് സൈഡും ഒരേപോലെ ആയതുകൊണ്ട് പൈ ഇലക്ട്രോൺ പെയറിന് ഏത് കാർബണിലേക്ക് വേണമെങ്കിലും ഷിഫ്റ്റ് ചെയ്യാം. എങ്ങനെ ഷിഫ്റ്റ് ചെയ്താലും നമുക്ക് ഒരൊറ്റ പ്രോഡക്റ്റ് കിട്ടുകയുള്ളൂ, ബ്രോമോ ഈഥെയിൻ. ഇതാരാ ഈ മോളിക്യൂള്? CH3 CH ഡബിൾ ബോണ്ട് CH2. ഇതിൻ്റെ പേരെന്താ? പ്രൊപ്പീൻ. ഇതിലേക്ക് HBrന്റെ അഡീഷൻ. ഇപ്പം നോക്കിക്കേ, ഡബിൾ ബോണ്ടിൻ്റെ രണ്ട് സൈഡും ഒരേപോലെയാണോ? അല്ല, രണ്ട് സൈഡും വ്യത്യസ്തമാണ്. അപ്പോൾ ഇതൊരു അൺസിമെട്രിക്കൽ ആൽക്കീനാണ്. അൺസിമെട്രിക്കൽ ആൽക്കീൻ. അപ്പോൾ അൺസിമെട്രിക്കൽ ആൽക്കീനിലേക്ക് അൺസിമെട്രിക്കൽ റിയേജൻറ്റിൻ്റെ അഡീഷൻ നടന്നാൽ അതൊരു പ്രത്യേക റൂൾ അനുസരിച്ചാണ് നടക്കുക എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ റൂളാണ് മാർക്കോണിക്കോവ്സ് റൂൾ. മാർക്കോണിക്കോവ്സ് റൂൾ ഓർമ്മയുണ്ടാകും നിങ്ങൾക്ക്. അൺസിമെട്രിക്കൽ ആൽക്കീനിലേക്ക് അൺസിമെട്രിക്കൽ റിയേജൻറ്റിൻ്റെ അഡീഷൻ നടന്നാൽ ആ റിയേജൻറ്റിൻ്റെ നെഗറ്റീവ് പാർട്ട് പോകുന്നത് ഡബിൾ ബോണ്ടഡ് കാർബൺസിൽ ഹൈഡ്രജൻ്റെ എണ്ണം കുറഞ്ഞ കാർബണിലേക്കാണ്. When an unsymmetrical reagent is added to an unsymmetrical alkene, the negative part of the reagent goes to the double bonded carbon containing least number of hydrogen atoms. അപ്പോൾ ഇവിടെ ഒന്ന് നോക്കിക്കേ, HBr ആണ് നമ്മുടെ റിയേജൻറ്റ്. അതിൻ്റെ നെഗറ്റീവ് പാർട്ട് ഏതാണ്? Br-. അപ്പോൾ അത്
ഇതാണ് ഡബിൾ ബോണ്ടഡ് കാർബൺസ്. ഇതിൽ ഹൈഡ്രജന്റെ എണ്ണം കുറവ് ഈ മിഡിൽ കാർബണിനാണ്, ശരിയല്ലേ? അപ്പൊ ഈ മിഡിൽ കാർബണിലേക്കായിരിക്കും ആര് വരിക? Br- വരിക. Br- പോയി കഴിഞ്ഞാൽ ബാക്കി ഇവിടെ എന്തുണ്ട്? H+. അതെങ്ങോട്ട് വരുന്നു? ഈ ഹൈഡ്രജന്റെ എണ്ണം കൂടിയ ഡബിൾ ബോണ്ടഡ് കാർബണിലേക്ക് വരുന്നു. ഈ റൂളിനെ വിളിക്കുന്ന പേരാണ് മാർക്കോണിക്കോഫ്സ് റൂൾ. അപ്പൊ എന്തായിരിക്കും പ്രോഡക്റ്റ് കിട്ടുക? മേജർ പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നത് Br- മിഡിൽ കാർബണിലേക്ക് വരുന്നു, അതിലാണ് ഹൈഡ്രജൻ കുറവ്. അപ്പൊ പ്രോഡക്റ്റ് ഒന്ന് പറഞ്ഞു നോക്കിക്കേ. CH3 CHBr സിംഗിൾ ബോണ്ട് CH3. ഇതാണ് മേജർ പ്രോഡക്റ്റ്. മറ്റേതും ഉണ്ടാവും, പക്ഷെ ചെറിയ അളവിലേ കിട്ടുള്ളൂ. നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് എഴുതിയാൽ മതിയാവും. ഇതിന്റെ പേരെന്താ ഈ മോളിക്യൂളിന്റെ? 2-bromopropane. ഓർമ്മയുണ്ടല്ലോ പേരിടുന്നതൊക്കെ. ഫങ്ഷണൽ ഗ്രൂപ്പ് ഇരിക്കുന്ന കാർബണിന് ലോവസ്റ്റ് നമ്പർ വരത്തക്ക രീതിയിൽ നമ്പർ ചെയ്യണം. അപ്പോൾ ആകെ ഒരു ചെയിനേ ഉള്ളൂ. എവിടെ നിന്ന് നമ്പർ ചെയ്താലും ബ്രോമിൻ ഇരിക്കുന്ന കാർബണിന് 2 വരിക. അപ്പൊ 2-bromopropane. അപ്പോൾ അഡീഷൻ ഓഫ് unsymmetrical reagent to unsymmetrical alkene takes place according to Markovnikov's rule. ഫസ്റ്റ് ഇയർ ഉള്ളത് എടുത്ത് നോക്കണം സംശയമുണ്ടെങ്കിൽ. ഇനി ഇതേ റിയാക്ഷൻ തന്നെ ഒരു പെറോക്സൈഡിന്റെ പ്രസൻസിലാണ് നടക്കുന്നതെങ്കിൽ HBr അഡീഷൻ മാത്രമേ ഉള്ളൂ അങ്ങനെ കേട്ടോ. HBr അഡീഷൻ പെറോക്സൈഡിന്റെ പ്രസൻസിലാണ് നടക്കുന്നതെങ്കിൽ മാർക്കോണിക്കോഫ് റൂളിന് എഗെയിൻസ്റ്റ് ആയിട്ടായിരിക്കും അഡീഷൻ നടക്കുക. നമ്മൾ ആൻറ്റി മാർക്കോണിക്കോഫ് റൂൾ അല്ലെങ്കിൽ പെറോക്സൈഡ് ഇഫക്റ്റ് അല്ലെങ്കിൽ ഖരാഷ് ഇഫക്റ്റ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട് ഫസ്റ്റ് ഇയറിൽ. ഇപ്പോൾ പെറോക്സൈഡിന്റെ പ്രസൻസിലാണെങ്കിൽ Br- എങ്ങോട്ട് പോകും? ഈ ഡബിൾ ബോണ്ടഡ് കാർബൺസിൽ ഹൈഡ്രജന്റെ എണ്ണം കൂടിയ കാർബണിലേക്ക് പോകും. അപ്പോൾ H+ മിഡിൽ കാർബണിലേക്ക് വരും. ഇപ്പം എന്താ പ്രോഡക്റ്റ് കിട്ടുക? ഒന്ന് പറഞ്ഞേ നിങ്ങൾ. CH3 CH2 CH2 Br. എന്താ അതിൻ്റെ പേര്? 1-bromopropane. അപ്പോൾ ആൽക്കീൻസിൽ നിന്ന് ഹാലോ ആൽക്കെയിൻസ് പ്രിപ്പയർ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ബൈ ദ അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ഹാലൈഡ്. ഒരു ഇക്വേഷൻ നിങ്ങൾ തനിയെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം. രണ്ടെണ്ണം ചെയ്യും. ഇത് രണ്ടും നിങ്ങൾ തനിയെ നോട്ട്ബുക്കിലേക്ക് ചെയ്യുക. ഇനി ആൽക്കീൻസിൽ നിന്നുള്ള മറ്റൊരു പ്രിപ്പറേഷൻ മെത്തേഡാണ് by the addition of halogen addition. Example CH2 double bond CH2 reacts with bromine. Bromine in CCl4 എന്ന് നമ്മൾ പറയും. കാർബൺ ടെട്രാക്ലോറൈഡുടെ മീഡിയമാണ്. അപ്പോൾ അഡീഷനാണ്
പൈ ബോണ്ട് മുറിഞ്ഞിട്ട് 2 കാർബണിലേക്കും ഓരോ ബ്രോമിൻ ആഡ് ചെയ്യപ്പെടുന്നു. അപ്പോൾ എന്താ പ്രോഡക്റ്റ് കിട്ടുക? CH2Br സിംഗിൾ ബോണ്ട് CH2Br. 2 ഹാലോജൻ ഉള്ള ഒരു കോമ്പൗണ്ട് ആയിട്ടാണ് മാറിയത്. എൻ്റെ പേര് 1,2-ഡൈബ്രോമോ ഈഥെയിൻ. 1,2-ഡൈബ്രോമോ ഈഥെയിൻ. ഇവിടെ അടുത്തടുത്ത കാർബൺസിൽ, അഡ്ജസൻറ്റ് കാർബൺസിലാണ് ഹാലോജൻ ഇരിക്കുക. ഇങ്ങനെ അഡ്ജസൻറ്റ് കാർബൺസിൽ ഹാലോജൻ വന്നാൽ they are called vicinal dihalides. Vicinal dihalides. So addition of halogen to alkene will give vicinal dihalides. ഒരു ഇക്വേഷൻ കൂടെ നമുക്ക് എഴുതാം. പൈ ബോണ്ട് മുറിഞ്ഞ് 2 ബ്രോമിനുകൾ ആഡ് ചെയ്യപ്പെടുന്നു. എന്ത് കിട്ടും പ്രോഡക്റ്റ്? ഒന്ന് പറഞ്ഞു നോക്കിക്കേ. CH3 CH-Br സിംഗിൾ ബോണ്ട് CH2Br. എന്താ അതിൻ്റെ പേര്? 1,2-ഡൈബ്രോമോ പ്രൊപ്പെയിൻ. 3 കാർബൺസ് ഇല്ലേ? 1,2-ഡൈബ്രോമോ പ്രൊപ്പെയിൻ. ഇവിടെയും ഹാലോജൻ ഇരിക്കുക അടുത്തടുത്ത കാർബൺസിലാണ്. സോ ദിസ് ഈസ് ഓൾസോ എ വിസിനൽ ഡൈഹാലൈഡ്. അപ്പോൾ ആൽക്കീൻസിലേക്ക് ഹാലോജൻ അഡീഷൻ നടന്നാൽ വി വിൽ ഗെറ്റ് വിസിനൽ ഡൈഹാലൈഡ്സ്. അപ്പോൾ ആൽക്കീൻസിൽ നിന്നുള്ള പ്രിപ്പറേഷൻ കണ്ടല്ലോ. അപ്പോൾ ഹാലോ ആൽക്കെയിൻസിനെ ഹൈഡ്രോ കാർബൺസിൽ നിന്ന് പ്രിപ്പയർ ചെയ്യുന്ന മെത്തേഡ്സ് ആണ് നമ്മൾ കണ്ടത്. ഇനി അവിടെ 2 നെയിംഡ് റിയാക്ഷൻസ് ഉണ്ട്. അത് നമ്മുടെ ഫോക്കസ് പോയിന്റിൽ അങ്ങനെ എടുത്ത് പറയുന്നില്ല, എങ്കിലും ആ 2 നെയിംഡ് റിയാക്ഷൻസ് ആയതുകൊണ്ട് ഞാൻ അതൊന്ന് പറഞ്ഞു പോകാം. അയഡോ ആൽക്കെയിൻസിനെയും ഫ്ലൂറോ ആൽക്കെയിൻസിനെയും പ്രിപ്പയർ ചെയ്യാൻ ഉപയോഗിക്കുന്ന 2 മെത്തേഡ്സ് ആണ്. നമ്മളിപ്പോൾ പറഞ്ഞ മെത്തേഡുകൾ വഴി നമ്മൾ ആൽക്കഹോൾസിൽ നിന്നുള്ള മെത്തേഡ് കണ്ടു, ഹൈഡ്രോ കാർബൺസിൽ നിന്നുള്ള മെത്തേഡ് കണ്ടു. ഈ മെത്തേഡുകളിലൊക്കെ നമ്മൾ സാധാരണ പ്രിപ്പയർ ചെയ്യുക ബ്രോമോ ആൽക്കെയിനെയും ക്ലോറോ ആൽക്കെയിനെയുമാണ്. അയഡോ ആൽക്കെയിൻസിനെയും ഫ്ലൂറോ ആൽക്കെയിൻസിനെയും പ്രിപ്പയർ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന 2 മെത്തേഡുകളുണ്ട്. ആ മെത്തേഡുകളെ ഒരുമിച്ച് ചേർത്ത് നമ്മൾ ഹാലോജൻ എക്സ്ചേഞ്ച് റിയാക്ഷൻ എന്ന് വിളിക്കും. അതായത് ഒരു ഹാലോ ആൽക്കെയിനിൽ ബ്രോമോ ആൽക്കെയിനിൽ നിന്നോ ക്ലോറോ ആൽക്കെയിനിൽ നിന്നോ അയഡോ ആൽക്കെയിനും ഫ്ലൂറോ ആൽക്കെയിനും പ്രിപ്പയർ ചെയ്യുന്ന രീതി. അപ്പോൾ ഓൾറെഡി ഹാലോജൻ ഉള്ള കോമ്പൗണ്ട്സ് നമ്മൾ എടുത്തിട്ട് ആ ഹാലോജനെ മാറ്റി പകരം വേറൊരു ഹാലോജനെ കൊണ്ടുവരുന്നു. അതാണ് ഹാലോജൻ എക്സ്ചേഞ്ച് റിയാക്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുക. അപ്പോൾ അതിൽ ആദ്യം നമ്മൾ പഠിക്കുക അയോഡിനെ കൊണ്ടുവരാൻ അയഡോ ആൽക്കെയിൻ പ്രിപ്പയർ ചെയ്യാൻ ഉപയോഗിക്കുന്ന റിയാക്ഷനാണ്. റിയാക്ഷൻ്റെ പേര് ഫിങ്കൽസ്റ്റെയിൻ റിയാക്ഷൻ. ടു പ്രിപ്പയർ അയഡോ ആൽക്കെയിൻസ്. ഇതിനു വേണ്ടി നമ്മൾ എടുക്കുക, അയഡോ ആൽക്കെയിനെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുക, ഒന്നുകിൽ ഒരു ക്ലോറോ ആൽക്കെയിനെ എടുക്കാം അല്ലെങ്കിൽ ബ്രോമോ ആൽക്കെയിനെ എടുക്കാം. അപ്പം ഞാൻ എന്താ ഇങ്ങനെ എഴുതുകയാണ് RBr. നമുക്ക് ഹാലോ ആൽക്കെയിൻസിനെ ജനറലായി RX എന്ന് റെപ്രസെൻ്റ് ചെയ്യാം.
എക്സ് ഹാലോജൻ ആണ്, ആർ എന്ന് പറഞ്ഞാൽ ആൽക്കൈൽ ഗ്രൂപ്പ് അഥവാ കാർബൺ ഹൈഡ്രജൻ പാർട്ടാണ്. ഞാനിവിടെ ആർ ബി ആർ എന്ന് എഴുതുന്നു പറഞ്ഞാൽ ബ്രോമോ ആൽക്കെയിൻ റിയാക്ട്സ് വിത്ത് സോഡിയം അയോഡൈഡ് ഇൻ അസറ്റോൺ മീഡിയം. അസറ്റോൺ ഒരു സോൾവെന്റ് ആണ്. റിയാക്ഷൻ നടന്നാൽ ഈ ബ്രോമോ ആൽക്കെയിനിലെ ബ്രോമിനെ റീപ്ലേസ് ചെയ്തിട്ട് ആ സ്ഥാനത്തേക്ക് അയോഡിൻ വരുന്നു. ഇപ്പോൾ ബ്രോമിനെ സോഡിയം എടുക്കും, അയോഡിനെ ആൽക്കൈൽ ഗ്രൂപ്പിന് കൊടുക്കും. അപ്പോൾ നമുക്ക് എന്ത് പ്രോഡക്റ്റ് ആയിരിക്കും കിട്ടുക? ആർ ഐ പ്ലസ് ബ്രോമിൻ എങ്ങോട്ട് പോയി? സോഡിയത്തിൻ്റെ അടുത്തേക്ക് പോയി, NaBr. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ഹാലോജനെ എക്സ്ചേഞ്ച് ചെയ്യല്ലേ ചെയ്തത്. അതുകൊണ്ടാണ് ഹാലോജൻ എക്സ്ചേഞ്ച് റിയാക്ഷൻ എന്ന് വിളിക്കുക. ഇതൊരു ജനറൽ ഇക്വേഷൻ ആണ്. നമുക്ക് ഒരു ഇക്വേഷൻ എഴുതി നോക്കാം. CH3CH2Br ബ്രോമോ ഈഥെയ്ൻ റിയാക്ട്സ് വിത്ത് സോഡിയം അയോഡൈഡ് ഇൻ അസറ്റോൺ മീഡിയം. എന്ത് കിട്ടും പ്രോഡക്റ്റ്? ബ്രോമിൻ മാറി ആ സ്ഥാനത്തേക്ക് അയോഡിൻ വരുന്നു. എഴുതിക്കോ ഒന്ന് പ്രോഡക്റ്റ്. CH3CH2I പ്ലസ് NaBr. CH3CH2I എന്താ പേര്? അയഡോ ഈഥെയ്ൻ. പിടി കിട്ടിയോ? അപ്പൊ എന്താ ഫിംഗൽസ്റ്റെയിൻ റിയാക്ഷൻ? Iodo alkanes are prepared by the reaction of bromoalkane or chloroalkane with the sodium iodide in acetone medium. കിട്ടിയോ? ഫിംഗൽസ്റ്റെയിൻ റിയാക്ഷൻ. ഇനി ഫ്ലൂറിനെയാണ് കൊണ്ടുവരേണ്ടതെങ്കിൽ ഫ്ലൂറോ ആൽക്കൈൻ പ്രിപ്പയർ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന റിയാക്ഷൻ്റെ പേരാണ് സ്വാർട്സ് റിയാക്ഷൻ. സ്വാർട്സ് റിയാക്ഷനിൽ നമുക്ക് ബ്രോമോ ആൽക്കെയിൻ RBr റിയാക്ട്സ് വിത്ത് മെറ്റാലിക് ഫ്ലൂറൈഡ്, എക്സാമ്പിൾ സിൽവർ ഫ്ലൂറൈഡ്. ഏതെങ്കിലും മെറ്റാലിക് ഫ്ലൂറൈഡ് ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെയും എക്സ്ചേഞ്ച് ആണ്. ബ്രോമോ ആൽക്കെയിനിൽ നിന്ന് ബ്രോമിനെ മാറ്റിയിട്ട് ഫ്ലൂറിൻ വരുന്നു. ഇപ്പോൾ ബ്രോമിൻ എങ്ങോട്ട് പോകും? സിൽവറിൻ്റെ അടുത്തേക്ക് പോകും. അപ്പോൾ എന്തായിരിക്കും പ്രോഡക്റ്റ് കിട്ടുക? ഒന്ന് പറഞ്ഞു നോക്കിക്കേ. RF ഫ്ലൂറോ ആൽക്കെയിൻ പ്ലസ് AgBr സിൽവർ ബ്രോമൈഡ്. എക്സാമ്പിൾ CH3Br പ്ലസ് AgF gives എന്ത് കിട്ടും പ്രോഡക്റ്റ്? CH3F പ്ലസ് AgBr. എന്താ CH3Fൻ്റെ പേര്? ഫ്ലൂറോമീഥെയിൻ. ദിസ് റിയാക്ഷൻ ഈസ് കോൾഡ് സ്വാർട്സ് റിയാക്ഷൻ. എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുക? ടു പ്രിപ്പയർ ഫ്ലൂറോ ആൽക്കെയിൻസ്. എങ്ങനെയാണ്? ബ്രോമോ ആൽക്കെയിൻസ് റിയാക്ട് വിത്ത് മെറ്റാലിക് ഫ്ലൂറൈഡ്സ് to form fluoroalkanes. So the reaction is called a Schwarz reaction. അപ്പോൾ ഇതും ഹാലോ ആൽക്കെയിൻസിൻ്റെ പ്രിപ്പറേഷൻ മെത്തേഡ്സ് തന്നെയാണ്. ഹാലോജൻ എക്സ്ചേഞ്ച് റിയാക്ഷൻ യൂസ്ഡ് ടു പ്രിപ്പയർ അയഡോ ആൽക്കെയിൻസ് ആൻഡ് ഫ്ലൂറോ ആൽക്കെയിൻസ്. അയഡോ ആൽക്കെയിനെ പ്രിപ്പയർ ചെയ്യാൻ ഉപയോഗിക്കുന്ന റിയാക്ഷനാണ് ഫിങ്കൽസ്റ്റെയിൻ റിയാക്ഷൻ. ഫ്ലൂറോ ആൽക്കെയിനെ പ്രിപ്പയർ ചെയ്യാൻ ഉപയോഗിക്കുന്ന റിയാക്ഷനാണ് സ്വാർട്സ് റിയാക്ഷൻ. So these are preparation methods of haloalkanes.
ആൽക്കെയിൻസിന്റെ പ്രിപ്പറേഷൻ മെത്തേഡ്സ് നമ്മൾ മുഴുവൻ പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ ചാപ്റ്ററിന്റെ പേരെന്താണ്? ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ അറീൻസ്. അപ്പൊ ഇനി നമുക്ക് ഹാലോ അറീൻസിന്റെ പ്രിപ്പറേഷൻ മെത്തേഡ് പഠിക്കാം. അതിന് ശേഷം നമുക്ക് അവരുടെ റിയാക്ഷൻസിലേക്ക് പോകാം. രണ്ടുപേരുടെയും പ്രിപ്പറേഷൻ മെത്തേഡ്സ് പറഞ്ഞു കഴിഞ്ഞിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് റിയാക്ഷൻ പഠിക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ പോകുന്നത് പ്രിപ്പറേഷൻ ഓഫ് ഹാലോ അറീൻസ്. എന്താ ഈ ഹാലോ അറീൻസ് എന്ന് പറഞ്ഞാൽ? ഹാലോജൻ ആറ്റം ബെൻസീൻ റിങ്ങിനോട് ഡയറക്റ്റ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കോമ്പൗണ്ട്സ് ആണ് ഹാലോ അറീൻസ്. അപ്പോൾ ഹാലോ അറീൻസിൻ്റെ പ്രിപ്പറേഷൻ മെത്തേഡ്സ് ആണ് നമ്മൾ പഠിക്കുക. ഒന്നാമത്തെ മെത്തേഡ് ഫ്രം ബെൻസീൻ എന്ന് എഴുതുന്നതിന് പകരം നമുക്ക് ഫ്രം ആരോമാറ്റിക് ഹൈഡ്രോകാർബൺസ് by electrophilic substitution. നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട് ബെൻസീൻ റിംഗ് ഉൾപ്പെടുന്ന കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ ബെൻസീൻ ഏറ്റവും കൂടുതലായിട്ട് തരുന്ന റിയാക്ഷൻ ഇലക്ട്രോഫീലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണെന്നറിയാം, ഒരു ആറ്റം മാറി പകരം പുതിയ ആറ്റം വരുന്നതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഇലക്ട്രോഫീലിക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂഷൻ ബൈ ആൻ ഇലക്ട്രോഫൈൽ. നമ്മൾ ഫസ്റ്റ് ഇയറിൽ മെക്കാനിസം പഠിച്ചപ്പോൾ ഇലക്ട്രോഫൈൽ, ന്യൂക്ലിയോഫൈൽ, ഫ്രീ റാഡിക്കൽ ഒക്കെ പഠിച്ചിട്ടുണ്ട്. എന്താ ഇലക്ട്രോഫൈൽ എന്ന് പറഞ്ഞാൽ? ഇലക്ട്രോൺ ലവിങ് സ്പീഷീസുകളാണ് അല്ലേ. ഇലക്ട്രോണിനോട് ഇഷ്ടമുള്ളവർ, ഇലക്ട്രോണിനെ തിരക്കി നടക്കുന്നവരാണ് ഇലക്ട്രോഫൈലുകൾ. ഇലക്ട്രോൺ ലവിങ് ആണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അവർക്ക് ഇലക്ട്രോണിൻ്റെ കുറവുണ്ട് എന്നാണ്, ഇല്ലാത്തതാണ് തിരക്കി നടക്കുക. അപ്പോൾ ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള സ്പീഷീസുകളാണ്, പോസിറ്റീവ്ലി ചാർജ്ഡ് സ്പീഷീസുകളാണ് ഇലക്ട്രോഫൈൽസ് എന്ന് നമ്മൾ വിളിക്കുക, പോസിറ്റീവ്ലി ചാർജ്ഡ് റിയേജൻസ്. അപ്പോൾ ഇലക്ട്രോഫീലിക് സബ്സ്റ്റിറ്റ്യൂഷനിൽ ഇപ്പോൾ ബെൻസീനിൻ്റെ ഇലക്ട്രോഫീലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ എടുത്താൽ ബെൻസീൻ്റെ സ്ട്രക്ചറൊക്കെ നമ്മൾ പഠിച്ചതാണ്. 6 കാർബൺ ഉണ്ട്, ഓരോ കാർബണിലും ഓരോ ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ ബെൻസീനിലെ ഹൈഡ്രജൻ ആറ്റം ഇലക്ട്രോൺ പെയറിനെ കാർബണിന് കൊടുത്തിട്ട് H+ ആയിട്ട് ഇറങ്ങിപ്പോവുകയാണ്. H+ എന്ന് പറയുമ്പോൾ ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആണ്, അപ്പോൾ അതൊരു ഇലക്ട്രോഫൈലാണ്. അപ്പോൾ ആ H+ മാറിയിട്ട് പകരം പുതിയ ഇലക്ട്രോഫൈലുകൾ വരുന്ന റിയാക്ഷനാണ് ഇലക്ട്രോഫീലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. നമ്മൾ ബെൻസീൻ്റെ ഇലക്ട്രോഫീലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് ഒക്കെ ഫസ്റ്റ് ഇയറിൽ പഠിച്ചതാണ്. ഹാലോജനേഷൻ, നൈട്രേഷൻ, സൾഫോണേഷൻ എക്സെട്ര. അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും വരിക. നമുക്കിവിടെ പ്രിപ്പയർ ചെയ്യേണ്ടത് ഹാലോ അറീനയാണ്. എന്ന് പറഞ്ഞാൽ ബെൻസീൻ റിങ്ങിലേക്ക് ഹാലോജനെ കൊണ്ടുവരണം. അപ്പോൾ ബെൻസീൻ റിങ്ങിലേക്ക് ഹാലോജനെ കൊണ്ടുവരുന്ന റിയാക്ഷനാണ് നമ്മൾ പഠിക്കുക. ആ റിയാക്ഷനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോഫീലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. Benzene reacts with the halogen. And the X2 എന്ന് എഴുതുന്നു. In presence of halogen carrier ferric halide അല്ലെങ്കിൽ അലൂമിനിയം ഹാലൈഡ്, ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ ബെൻസീൻ റിങ്ങിലെ ഹൈഡ്രജൻ H+ ആയിട്ട് പോയിട്ട് ആ സ്ഥാനത്തേക്ക് വരാൻ പറ്റുന്നതും ഒരു പോസിറ്റീവ് അയോണിനായിരിക്കും. അപ്പോൾ നമ്മുടെ
X2 മെക്കാനിസം ഒക്കെ നിങ്ങൾ പഠിച്ചതാണ്. ഫെറിക് ഹാലൈഡിൻ്റെ പ്രസൻസിൽ ഈ ബോണ്ട് മുറിയുമ്പോൾ ഒരു ഭാഗം എക്സ് പ്ലസും മറ്റേ ഭാഗം എക്സ് മൈനസുമായിട്ടാണ് മാറുക. അപ്പോൾ എക്സ് പ്ലസ് ബെൻസീൻ റിങ്ങിലേക്ക് വരുന്നു ഹൈഡ്രജനെ മാറ്റിയിട്ട്. അപ്പോൾ എച്ച് പ്ലസിന് പകരം എക്സ് പ്ലസ് ഇതേപോലെ വരും. ഒരു എക്സ് മൈനസ് ബാക്കിയുണ്ട്. ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്ന എച്ച് പ്ലസ് എക്സ് മൈനസുമായിട്ട് ചേർന്ന് എച്ച് എക്സ് ആയിട്ട് മാറും. അപ്പോൾ ബെൻസീൻ റിയാക്ട്സ് വിത്ത് ഹാലോജൻ ഇൻ പ്രസൻസ് ഓഫ് ഫെറിക് ഹാലൈഡ്. അപ്പോൾ എന്തെങ്കിലും ഒന്ന് കാണിക്കുകയാണ്. ഇവിടെ ഹൈഡ്രജൻ ഉണ്ടായിരുന്നു. എല്ലാ കാർബൺസും ഒരേപോലെയാണ് ഇവിടെ. അപ്പോൾ ഏത് കാർബണിലേക്ക് വേണമെങ്കിലും വരാം. അപ്പോൾ ഇത് ഇലക്ട്രോൺ പെയറിനെ ഇങ്ങോട്ട് കൊടുത്തിട്ട് എച്ച് പ്ലസ് ആയിട്ട് പോകും. ആ സ്ഥാനത്തേക്ക് X2 നിന്ന് എക്സ് പ്ലസ് വരികയാണ്. ഇത് എക്സ് പ്ലസ് ബാക്കി നമുക്ക് കിട്ടുക എച്ച് എക്സ് ഹൈഡ്രജൻ ഹാലൈഡ്. ഇവിടെ നിന്ന് പോകുന്ന എച്ച് പ്ലസും ഇവിടെ വരുന്ന എക്സ് മൈനസും കൂടെ ചേർന്ന എച്ച് എക്സ്. അപ്പം നമുക്ക് ഹാലോ ബെൻസീൻ കിട്ടുന്നു. ഇതൊരു ജനറൽ റിയാക്ഷൻ ആണ്. ക്ലോറിനേഷൻ ആണ് നടത്തേണ്ടതെങ്കിൽ, ബെൻസീൻ റിങ്ങിലേക്ക് ക്ലോറിൻ ആണ് കൊണ്ടുവരേണ്ടതെങ്കിൽ നമ്മൾ റിയാക്ട് ചെയ്യാൻ എടുക്കുക ബെൻസീനും ക്ലോറിനും ഇൻ പ്രസൻസ് ഓഫ് ഫെറിക് ക്ലോറൈഡ് ഓർ അലൂമിനിയം ക്ലോറൈഡ്. അപ്പോൾ ബെൻസീൻ റിങ്ങിൽ നിന്ന് ഒരു ഹൈഡ്രജൻ ആറ്റം മാറി ആ സ്ഥാനത്തേക്ക് ക്ലോറിൻ വരുന്നു. ക്ലോറോ ബെൻസീൻ. അപ്പോൾ നമുക്ക് ഹാലോ അറീൻ കിട്ടിയില്ലേ? അപ്പോൾ ബെൻസീൻ റിയാക്ട്സ് വിത്ത് ഹാലോജൻ ഇൻ പ്രസൻസ് ഓഫ് ഫെറിക് ഹാലൈഡ് ടു ഫോം ഹാലോ ബെൻസീൻ. ബെൻസീൻ എടുക്കുന്നതിന് പകരം ടൊളുവീൻ എടുക്കുന്നു. ഇത് മുതൽ ആരോമാറ്റിക് ഹൈഡ്രോ കാർബണാണ്. ബെൻസീൻ റിങ്ങിൽ മീഥൈൽ ഗ്രൂപ്പ് വരുന്ന കോമ്പൗണ്ടാണ് മീഥൈൽ ബെൻസീൻ അല്ലെങ്കിൽ ടൊളുവീൻ. ടൊളുവീൻ റിയാക്ട്സ് വിത്ത് ക്ലോറിൻ ഇൻ പ്രസൻസ് ഓഫ് ഫെറിക് ക്ലോറൈഡ്. ഇവിടെ ക്ലോറിൻ വരേണ്ടതാണ് ബെൻസീൻ റിങ്ങിലേക്ക്. ഇവിടെ ബെൻസീൻ റിങ്ങിൽ ഓൾറെഡി ഒരു സബ്സ്റ്റിറ്റ്യുവൻ്റ് ഉണ്ട്. ആരാ ഇവിടുത്തെ സബ്സ്റ്റിറ്റ്യുവൻ്റ്? മീഥൈൽ ഗ്രൂപ്പാണ്. ഒരു ഹൈഡ്രജൻ മാറിയിട്ട് ആ സ്ഥാനത്ത് മീഥൈൽ ഗ്രൂപ്പ് വന്നിരിക്കുന്നു. അപ്പോൾ ബെൻസീൻ റിങ്ങിൽ ഓൾറെഡി ഒരു സബ്സ്റ്റിറ്റ്യുവൻ്റ് ഉണ്ടെങ്കിൽ രണ്ടാമത്തെ സബ്സ്റ്റിറ്റ്യുവൻ്റ് ബെൻസീൻ റിങ്ങിലേക്ക് വരുമ്പോൾ അത് ഏത് പൊസിഷനിലാണ് ഇരിക്കുക എന്ന് തീരുമാനിക്കുന്നത് ആദ്യത്തെ സബ്സ്റ്റിറ്റ്യുവൻ്റ് ആണ്. നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട് ഡയറക്റ്റീവ് ഇൻഫ്ലുവൻസ്. ഒരു സബ്സ്റ്റിറ്റ്യുവൻറ്റിന് രണ്ടാമത്തെ സബ്സ്റ്റിറ്റ്യുവൻറ്റിൻ്റെ പൊസിഷൻ തീരുമാനിക്കാനുള്ള കഴിവാണ് ഡയറക്റ്റീവ് ഇൻഫ്ലുവൻസ്. അപ്പോൾ രണ്ട് തരം ഡയറക്റ്റീവ് ഇൻഫ്ലുവൻസുകളുണ്ട് എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ആൻഡ് മെറ്റാ ഡയറക്റ്റിംഗ്. പൊസിഷനൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. ജസ്റ്റ് ഒന്ന് പറയുകയാണ് ഞാൻ. ഇതാണ് ഒരു സബ്സ്റ്റിറ്റ്യുവൻ്റ് മീഥൈൽ ഗ്രൂപ്പ്. അതിൻ്റെ തൊട്ടടുത്ത പൊസിഷൻ, അഡ്ജസൻറ്റ് പൊസിഷൻസിനെ വിളിക്കുന്ന പേരാണ് ഓർത്തോ പൊസിഷൻസ്. ഒന്നിടവിട്ട പൊസിഷനെ വിളിക്കുന്ന പേരാണ് മെറ്റാ പൊസിഷൻ. അപ്പോൾ ഈ മീഥൈൽ ഗ്രൂപ്പിൻ്റെ ഓർത്തോ പൊസിഷൻസ് ഇത് രണ്ടുമാണ്. മെറ്റാ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടുമാണ്. നാലാമത്തെ പൊസിഷനെ വിളിക്കുന്ന പേരാണ് പാരാ പൊസിഷൻ.
ഓർത്തോ, മെറ്റ, പാര. ഓർത്തോ എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ്, മെറ്റ എന്ന് പറഞ്ഞാൽ ഓൾട്ടർനേറ്റ്, പാര എന്ന് പറഞ്ഞാൽ 1,4. അപ്പോൾ ചില സബ്സ്റ്റിറ്റ്യുവൻറ്റുകൾക്ക് രണ്ടാമത്തെ സബ്സ്റ്റിറ്റ്യുവൻറ്റിനെ ഓർത്തോ പൊസിഷനിലേക്കും പാരാ പൊസിഷനിലേക്കും കൊണ്ടുവരാനായിരിക്കും താല്പര്യം. അവരെ നമ്മൾ ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ്സ് എന്ന് വിളിക്കും. വേറെ ചില സബ്സ്റ്റിറ്റ്യുവൻസിന് പുതിയതായിട്ട് വരുന്നയാളെ മെറ്റാ പൊസിഷനിലേക്ക് ഡയറക്റ്റ് ചെയ്യാനായിരിക്കും താല്പര്യം. അവരെ നമ്മൾ മെറ്റാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ്സ് എന്ന് വിളിക്കും. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്, ഒന്ന് ഓർമ്മിപ്പിക്കുന്നുവെന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഏതാ സബ്സ്റ്റിറ്റ്യുവൻ്റ്? ഓൾറെഡി ഉള്ള സബ്സ്റ്റിറ്റ്യുവൻ്റ് ഏതാണ് ഇവിടെ? മീഥൈൽ ഗ്രൂപ്പാണ്. മീഥൈൽ ഗ്രൂപ്പ് ഒരു ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പാണ് എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ? രണ്ടാമത്തെ പുതിയതായിട്ട് വരുന്ന സബ്സ്റ്റിറ്റ്യുവൻറ്റിനെ ഓർത്തോ പൊസിഷനിലേക്കും പാരാ പൊസിഷനിലേക്കുമാണ് ഡയറക്റ്റ് ചെയ്യുക. അപ്പോൾ ടൊളുവീനെ നമ്മൾ ക്ലോറിനേഷൻ നടത്തിയാൽ നമുക്ക് 2 പ്രോഡക്റ്റുകൾ കിട്ടുന്നു. അത് ഏതൊക്കെയാണ് ആ പ്രോഡക്ട്സ് എന്ന് നമുക്ക് നോക്കാം. ഓർത്തോ പൊസിഷനിലേക്ക് ക്ലോറിൻ വരുന്നു, അതാണ് ഒരു പ്രോഡക്റ്റ്. രണ്ടാമത്തേത് പാരാ പൊസിഷനിലേക്ക് ക്ലോറിൻ വരുന്നു. അപ്പൊ ഇത് 2 ഹാലോറീൻസ് ആണ് അല്ലേ? മോളിക്കുലർ ഫോർമുലയൊക്കെ സെയിം ആണ്, ക്ലോറിൻ്റെ പൊസിഷന് മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ ഇത് 2 ഐസോമറുകളാണ്. ഇവരുടെ പേരെന്ന് പറയാമോ? ക്ലോറിൻ ഇല്ലാതെ മോളിക്യൂളിൻ്റെ പേര് ടൊളുവീൻ എന്നാണ്. അപ്പോൾ ടൊളുവീനിൽ ഓർത്തോ പൊസിഷനിൽ, മീഥൈൽ ഗ്രൂപ്പിൻ്റെ ഓർത്തോ പൊസിഷനിൽ ക്ലോറിൻ വന്നിരിക്കുന്നു, അല്ലെങ്കിൽ രണ്ടാമത്തെ പൊസിഷനിൽ ക്ലോറിൻ വന്നിരിക്കുന്നു. സോ ദിസ് ഈസ് 2-chloro-toluene അല്ലെങ്കിൽ ഓർത്തോ ക്ലോറോ-toluene. ഓർത്തോ ക്ലോറോ എന്ന് പറയുമ്പോൾ കോമൺ നെയിം ആവും. UPSC 2-chloro-toluene. ഇതിൻ്റെ പേര് മീഥൈൽ ഗ്രൂപ്പിൻ്റെ എത്രാമത്തെ പൊസിഷനിലാണ് ക്ലോറിൻ? 4ാമത്തെ. അപ്പം ഇത് 4-chloro-toluene അല്ലെങ്കിൽ പാരാ-ക്ലോറോ-toluene. അപ്പോൾ ആരോമാറ്റിക് ഹൈഡ്രോകാർബൺസിൽ നിന്ന് ഹാലോ അറീൻസ് പ്രിപ്പയർ ചെയ്യുന്ന മെത്തേഡാണ് നമ്മൾ കണ്ടത്. രണ്ടാമത്തെ മെത്തേഡ് ഫ്രം ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ്. ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ ഇതാണ് മോളിക്യൂള്. ബെൻസീൻ റിങ്ങിലെ ഒരു N2Cl ഗ്രൂപ്പ്. ഇത് ശരിക്കും ഇതിൻ്റെ സ്ട്രക്ചറൽ ഫോർമുല നമ്മൾ എഴുതുമ്പോൾ ഇങ്ങനെ N ട്രിപ്പിൾ ബോണ്ട് N+Cl മൈനസ് ഇങ്ങനെയാണ് എഴുതേണ്ടത്. അത് എളുപ്പത്തിന് വേണ്ടി നമ്മൾ N2Cl എന്ന് എഴുതിയിരിക്കുന്നു. നിങ്ങൾ അങ്ങനെ എഴുതിയാൽ മതി. ഈ കോമ്പൗണ്ടിൻ്റെ പേരാണ് ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ്. ഇതിൽ നിന്ന് ഹാലോ അറീൻ പ്രിപ്പയർ ചെയ്യുന്ന മെത്തേഡാണ് നമ്മൾ പഠിക്കുക. അപ്പോൾ നമുക്ക് ആദ്യം ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് പ്രിപ്പയർ ചെയ്യണം. ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് പ്രിപ്പയർ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റാർട്ടിംഗ് കോമ്പൗണ്ടാണ് അനിലീൻ. ബെൻസീൻ റിങ്ങിൽ NH2 ഗ്രൂപ്പ് അഥവാ അമിനോ ഗ്രൂപ്പ് വരുന്ന മോളിക്യൂളാണ് അനിലീൻ. അനിലീനിൽ നിന്നാണ് നമ്മൾ ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡിനെ പ്രിപ്പയർ ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത്
Aniline is treated with sodium nitrite NaNO2 and dilute HCl. ഈ റിയാക്ഷൻ നടക്കുന്നത് വളരെ ലോ ടെമ്പറേച്ചറിലാണ്, 0 to 5 ഡിഗ്രി സെൽഷ്യസ്. ഐസ് കോൾഡ് സൊല്യൂഷൻ എന്ന് നമ്മൾ വിളിക്കും. നമ്മൾ ലാബിലൊക്കെ ചെയ്യുമ്പോൾ ഐസ് ഇട്ടിട്ടാണ് ചെയ്യുക. അപ്പോൾ ഇവിടെ ശരിക്കും സോഡിയം നൈട്രൈറ്റും ഡൈല്യൂട്ട് HCl കൂടെ ചേർന്നാൽ നമുക്ക് കിട്ടുന്നത് HNO2 ആൻഡ് NaCl. HNO2 എന്ന് പറഞ്ഞാൽ നൈട്രസ് ആസിഡാണ്. അപ്പം നൈട്രസ് ആസിഡുമായി അനിലീൻ റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന കോമ്പൗണ്ടാണ് ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ്. നൈട്രസ് ആസിഡ് അൺസ്റ്റേബിൾ ആണ്. നമുക്ക് നൈട്രിക് ആസിഡ് ഉണ്ടാക്കി വെക്കുന്നത് പോലെ നൈട്രസ് ആസിഡിനെ ഉണ്ടാക്കി കുപ്പിയിലാക്കി വെക്കാൻ പറ്റില്ല, ഹൈലി അൺസ്റ്റേബിൾ. അപ്പോൾ നമുക്ക് നൈട്രസ് ആസിഡ് വേണ്ട സമയത്ത് നമ്മൾ അതിനെ പ്രിപ്പയർ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ സോഡിയം നൈട്രൈറ്റും ഡൈല്യൂട്ട് HCl എടുക്കുക. അപ്പോൾ HNO2 ഉണ്ടാകും. ആ HNO2 ആണ് അനിലീനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡിനെ തരിക. ഇങ്ങനെ ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് ഉണ്ടാക്കുന്ന റിയാക്ഷനെ നമ്മൾ ഡയസോട്ടൈസേഷൻ എന്ന് വിളിക്കും. ഡയസോട്ടൈസേഷൻ അത് ഓർഗാനിക് കെമിസ്ട്രിയിൽ വളരെ പ്രാധാന്യമുള്ള ഒരു റിയാക്ഷനാണ്. കാരണം ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് സിന്തറ്റിക് ഓർഗാനിക് കെമിസ്ട്രിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കോമ്പൗണ്ടാണ്. ഇതിൽ നിന്ന് ധാരാളം ഓർഗാനിക് കോമ്പൗണ്ട്സിനെ നമുക്ക് സിന്തസൈസ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ കോമ്പൗണ്ടിന് ഒരു ഇമ്പോർട്ടൻസ് ഉള്ളൊരു കോമ്പൗണ്ടാണ് ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ്. അത് പ്രിപ്പയർ ചെയ്യുന്ന റിയാക്ഷനെ വിളിക്കുന്ന പേരാണ് ഡയസോട്ടൈസേഷൻ. എന്താ ഡയസോട്ടൈസേഷൻ എന്ന് ചോദിച്ചാൽ ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് ഈസ് പ്രിപ്പയർഡ് ബൈ ട്രീറ്റിംഗ് an ice cold solution of aniline with nitrous acid. എന്താണ് ഒന്നുകൂടെ പറയാം. ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് ഈസ് പ്രിപ്പയർഡ് ബൈ ട്രീറ്റിംഗ് ആൻ ഐസ് കോൾഡ് സൊല്യൂഷൻ ഓഫ് അനിലീൻ വിത്ത് നൈട്രസ് ആസിഡ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ്. ആ റിയാക്ഷനെ നമ്മൾ ഡയസോട്ടൈസേഷൻ എന്ന് വിളിക്കും. ഇനി ഈ ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡിൽ നിന്നാണ് നമ്മൾ ഹാലോ അറീൻസിനെ പ്രിപ്പയർ ചെയ്യാൻ പോവുക. അപ്പോൾ ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് നമുക്ക് കിട്ടി. ഇതിനെ കുപ്രസ് ഹാലൈഡ് ആൻഡ് ഹൈഡ്രജൻ ഹാലൈഡ് ഇതുമായിട്ട് റിയാക്ട് ചെയ്താൽ നമുക്ക് ഹാലോ ബെൻസീൻ കിട്ടും. നമുക്കിപ്പോൾ ബെൻസീൻ റിങ്ങിലേക്ക് ക്ലോറിനെയാണ് കൊണ്ടുവരേണ്ടതെങ്കിൽ നമ്മൾ കുപ്രസ് ക്ലോറൈഡും HCl എടുക്കും. ബ്രോമിനെ ആണെങ്കിൽ കുപ്രസ് ബ്രോമൈഡും HBr എടുക്കും. അതാണ് ഞാനിവിടെ കുപ്രസ് ഹാലൈഡ് ആൻഡ് ഹൈഡ്രജൻ ഹാലൈഡ് എന്ന് എഴുതിയിരിക്കുക. അപ്പോൾ ഈ N2Cl ഗ്രൂപ്പിനെ മാറ്റി ആ സ്ഥാനത്തേക്ക് ഹാലോജൻ വരുന്നു. ബൈ പ്രോഡക്റ്റ് കിട്ടുക N2+ HCl. HXൽ നിന്ന് ഹാലോജൻ ഇങ്ങോട്ട് പോരുന്നു, HClമായിട്ട് ചേർന്നിട്ട് HCl. ഹാലോ ബെൻസീനെ പ്രിപ്പയർ ചെയ്തു ബൈ ട്രീറ്റിംഗ് ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് വിത്ത് കുപ്രസ് ഹാലൈഡ് ആൻഡ് ഹൈഡ്രജൻ ഹാലൈഡ്. ഈ റിയാക്ഷനൊരു പേരുണ്ട്, സാൻമെയേഴ്സ് റിയാക്ഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിയാക്ഷനാണ്. ഉറക്കത്തിൽ ചോദിച്ചാലും പറയണം സാൻമെയേഴ്സ് റിയാക്ഷൻ.
benzene disonium chloride is treated with the cuprous halide and hydrogen halide to form halobenzene. Reaction is called Sandmeyer's reaction. അപ്പോൾ ഇവിടെ നമ്മൾ ജനറൽ ഇക്വേഷൻ എഴുതി, കുപ്രസ് ഹാലൈഡും ഹൈഡ്രജൻ ഹാലൈഡും. അപ്പോൾ എനിക്ക് ക്ലോറോബെൻസീനെ കിട്ടണമെങ്കിൽ കുപ്രസ് ക്ലോറൈഡ് Cu2Cl2 ആൻഡ് HCl എടുക്കും. അപ്പോൾ ക്ലോറോബെൻസീൻ കിട്ടും. ഇനി ബ്രോമോബെൻസീനെയാണ് കിട്ടേണ്ടതെങ്കിൽ ഞാൻ കുപ്രസ് ബ്രോമൈഡ് Cu2Br2 ആൻഡ് HBr എടുക്കും. അപ്പോൾ ബെൻസീൻ റിങ്ങിലേക്ക് N2Cl മാറ്റി ബ്രോമിൻ വരും. ബൈ പ്രോഡക്റ്റ് സെയിം ആണ്, HCl തന്നെ. ഈ റിയാക്ഷൻ്റെ പേരാണ് സാൻഡ്മേയേഴ്സ് റിയാക്ഷൻ. ഇനി ഇതേ റിയാക്ഷനിൽ കുപ്രസ് ഹാലൈഡിന് പകരം കോപ്പർ പൗഡർ എടുക്കുന്നു. കോപ്പർ പൗഡറും ഹൈഡ്രജൻ ഹാലൈഡും എടുത്താൽ അപ്പോഴും ബെൻസീൻ റിങ്ങിലേക്ക് N2Cl മാറ്റിയിട്ട് ഹാലോജൻ തന്നെയാണ് വരിക. അപ്പോൾ കുപ്രസ് ഹാലൈഡിന് പകരം കോപ്പർ പൗഡർ എടുത്താൽ ആ റിയാക്ഷനെ നമ്മൾ വിളിക്കുന്ന പേര് ഗട്ടർമാൻ റിയാക്ഷൻ. എന്ത് വിളിക്കുന്നു? ഗട്ടർമാൻ റിയാക്ഷൻ. ഇതും സാൻഡ്മേയേഴ്സ് റിയാക്ഷൻ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇക്വേഷൻ തന്നിട്ട് റിയാക്ഷൻ്റെ പേര് എഴുതാനോ ഒക്കെ ചോദിക്കുന്നതാണ് ഗട്ടർമാൻ റിയാക്ഷനും. അപ്പോൾ എന്താ സംഭവം? ഗട്ടർമാൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? Benzene disonium chloride is treated with the copper powder and hydrogen halide to get halobenzene. Reaction is called Gutterman reaction. അപ്പോൾ കോപ്പർ പൗഡറും HBrഉം എടുത്താൽ ബ്രോമോബെൻസീൻ കിട്ടും. കോപ്പർ പൗഡറും HClഉം എടുത്താൽ ക്ലോറോബെൻസീൻ കിട്ടുന്നു. ഓക്കെ, അപ്പോൾ ഈ രണ്ട് റിയാക്ഷൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സാൻഡ്മേയേഴ്സ് റിയാക്ഷൻ ആൻഡ് ഗട്ടർമാൻ റിയാക്ഷൻ. ആ റിയേജൻസിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിൽ റിയാക്ഷൻ്റെ പേര് വരണം. കുപ്രസ് ഹാലൈഡ് ആൻഡ് ഹൈഡ്രജൻ ഹാലൈഡ് എന്ന് പറയുമ്പോൾ സാൻഡ്മേയേഴ്സ് റിയാക്ഷൻ എന്ന് മനസ്സിൽ വരണം. കോപ്പർ പൗഡർ ആൻഡ് ഹൈഡ്രജൻ ഹാലൈഡ് ഏത് റിയാക്ഷനാണ് വരേണ്ടത്? ഗട്ടർമാൻ റിയാക്ഷൻ. ഇനി നമുക്ക് അയഡോബെൻസീൻ ആണ് പ്രിപ്പയർ ചെയ്യേണ്ടതെങ്കിൽ നമുക്ക് കുപ്രസ് ഹാലൈഡ് ഒന്നും എടുക്കേണ്ട കാര്യമില്ല. ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡിനെ പൊട്ടാസ്യം അയഡൈഡ് സൊല്യൂഷനുമായിട്ട് വാം ചെയ്യാം. ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡ് is treated with പൊട്ടാസ്യം അയോഡൈഡ്. അപ്പോൾ ബെൻസീൻ റിങ്ങിൽ നിന്ന് N2Cl ഗ്രൂപ്പ് മാറി ആ സ്ഥാനത്തേക്ക് അയോഡിൻ വരുന്നു. ബൈ പ്രോഡക്റ്റ് നൈട്രജനും KCl. We will get അയഡോബെൻസീൻ. ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡും പൊട്ടാസ്യം അയോഡൈഡും കൂടി റിയാക്ട് ചെയ്തിരിക്കുന്നു, അയഡോബെൻസീൻ കിട്ടുന്നു. ഓക്കെ, ഇനി ഫ്ലൂറോബെൻസീൻ കിട്ടാൻ ഒരു റിയാക്ഷൻ ഉണ്ട്. ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡിൽ നിന്ന് ഫ്ലൂറോബെൻസീൻ കിട്ടാൻ നമ്മൾ ഉപയോഗിക്കുന്ന റിയാക്ഷനാണ് ബാൾസ്-ഷീമാൻ റിയാക്ഷൻ. ബാൾസ്-ഷീമാൻ റിയാക്ഷൻ. ഇവിടെ നമ്മൾ എടുക്കുക ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡ് is treated with the fluoroboric acid
HbF4. ഫ്ലൂറോബോറിക് ആസിഡ്. ഈ റിയാക്ഷൻ നടക്കുന്നത് 0 to 5 ഡിഗ്രി സെൽഷ്യസിലാണ്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പിൽ ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡ് എങ്ങനെയായിട്ട് മാറും? N2BF4. ഇതിൻ്റെ പേര് ബെൻസീൻ ഡയസോണിയം ഫ്ലൂറോബോറേറ്റ്. ബെൻസീൻ ഡയസോണിയം ഫ്ലൂറോബോറേറ്റ്. ഇതിനെ ഒന്ന് ഹീറ്റ് ചെയ്താൽ ഈ മോളിക്യൂൾ ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് ഇറ്റ് ചേഞ്ചസ് ടു ഫ്ലൂറോബെൻസീൻ. ബൈ പ്രോഡക്ട്സ് ആയിട്ട് നൈട്രജനും BF3യും കിട്ടും. ഈ റിയാക്ഷൻ്റെ പേരാണ് ബോൾസ്-ഷീമാൻ റിയാക്ഷൻ. ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡിനെ ഫ്ലൂറോബോറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്തു. അപ്പോൾ ബെൻസീൻ ഡയസോണിയം ഫ്ലൂറോബോറേറ്റ് കിട്ടി. അതിനെ വാം ചെയ്തപ്പോൾ വി വിൽ ഗെറ്റ് ഫ്ലൂറോബെൻസീൻ. അപ്പോൾ ഇത് നെയിംഡ് റിയാക്ഷൻസ് ആണ്. ഇതിൽ ബോൾസ്-ഷീമാൻ റിയാക്ഷൻ നമ്മുടെ ഈ ചാപ്റ്ററിൽ പറയുന്നില്ല, പക്ഷെ നമ്മൾ അമീൻസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ വരുമ്പോൾ അവിടെ ഇത് വരും. അതുകൊണ്ട് ഞാനിത് ഇവിടെ തന്നെ പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങൾ ഫോക്കസ് പോയിന്റ് നോക്കുമ്പോൾ ചിലപ്പോൾ ഇത് കാണണമെന്നില്ല, പക്ഷെ ഇത് പഠിച്ചോളണം. അപ്പോൾ ഹിയർ നമ്മൾ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞത് ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡിൽ നിന്ന് ഹാലോ അറീൻ പ്രിപ്പയർ ചെയ്യുന്ന റിയാക്ഷനാണ്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, ഡയസോട്ടൈസേഷൻ എന്താണ്, സാൻമെയേഴ്സ് റിയാക്ഷൻ, ഗട്ടർമാൻ റിയാക്ഷൻ, ബോൾസ്-ഷീമാൻ റിയാക്ഷൻ. അതിൽ സാൻമെയേഴ്സും ഗട്ടർമാൻസും പഠിക്കാതെ പോകരുത്, അത്രയ്ക്കും പ്രധാനപ്പെട്ടതാണ്. ഒരുപാട് തവണ അത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പം ഇത്രയും കൊണ്ട് നമ്മൾ ഹാലോ ആൽക്കെയിൻസിൻ്റെയും ഹാലോ അറീൻസിൻ്റെയും പ്രിപ്പറേഷൻ മെത്തേഡ്സ് പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇത് ഇന്ന് തന്നെ പലതവണ എഴുതി മനസ്സിൽ ഉറപ്പിക്കുക. ഒപ്പം നമുക്കിനി അടുത്ത ചാപ്റ്റേഴ്സിലേക്കൊക്കെ വരുമ്പോൾ വീണ്ടും നെയിംഡ് റിയാക്ഷൻസ് വരും. അപ്പോൾ നെയിംഡ് റിയാക്ഷൻസ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്നുകിൽ റിയാക്ഷൻ്റെ പേര് എഴുതാൻ ചോദിക്കും റിയാക്ഷൻ തന്നിട്ട്, അല്ലെങ്കിൽ റിയാക്റ്റൻറ്റും പ്രോഡക്റ്റും തന്നിട്ട് അതിൻ്റെ റിയേജൻറ്റ് ഏതാണെന്ന് ചോദിക്കും, അല്ലെങ്കിൽ റിയാക്റ്റൻറ്റും റിയേജൻറ്റും തന്നിട്ട് പ്രോഡക്റ്റ് എഴുതാൻ പറയും. അപ്പോൾ നെയിംഡ് റിയാക്ഷൻസ് വളരെ ശ്രദ്ധിച്ച് പഠിക്കണം. അപ്പോൾ നമ്മൾ ഓർഗാനിക് പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ സെപ്പറേറ്റ് ആയിട്ട് നെയിംഡ് റിയാക്ഷൻസ് എഴുതി പോവുക. ഒരു ഫയൽ എടുത്ത് ഒരു പേപ്പർ നമ്മൾ ഫയൽ ചെയ്ത് തുടങ്ങുക. അപ്പോൾ ആദ്യത്തെ ചാപ്റ്ററിൽ നമ്മൾ കണ്ട നെയിംഡ് റിയാക്ഷൻസൊക്കെ ഇന്ന് തന്നെ എഴുതി വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ കൂടെ അടുത്തടുത്ത റിയാക്ഷൻസ് പഠിക്കുമ്പോൾ ചേർത്ത് എഴുതി പോവണം. ഓക്കെ, നന്നായിട്ട് എഴുതി പഠിക്കണം, ഇല്ലെങ്കിൽ ഓർഗാനിക് നമ്മൾ മറന്നു പോവും. പക്ഷെ പഠിച്ചാൽ നല്ല രസമായിട്ട് നമുക്ക് എഴുതി നമുക്ക് ആ ഒരു ട്രിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ എഴുതാനുള്ള എങ്ങനെയൊക്കെയാണ് റിയാക്ഷൻസ് ചേഞ്ച് ചെയ്യുക എന്നുള്ളതൊക്കെ നമ്മളൊന്ന് പലതവണ എഴുതി കഴിയുമ്പോൾ നമുക്കത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ പേനത്തുമ്പിലേക്ക് വന്നോളും. നിങ്ങളൊരു ഇത്തിരി മെനക്കെട്ടാൽ മതി. അതുകൊണ്ട് വീട്ടിലിരുന്ന് നന്നായിട്ട് എഴുതി പഠിക്കുക. ഓക്കെ, നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.